ഇന്ന് 2025 ഏപ്രിൽ 29 ഇന്ത്യയിലും ലോകത്തും സംഭവിച്ച പ്രധാന വാർത്തകൾ ചുവടെ. പാഹൽഗാം ഭീകരാക്രമണം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ശക്തമാകുന്നു. പാഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനുമിടയിലെ സംഘർഷമുയരുന്നു. ഇന്ത്യ പാകിസ്ഥാനെ ഭീകരരെ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിക്കുന്നു. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ നാവികസേനയ്ക്ക് റഫാൽ എം വിമാനങ്ങൾ. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ 26 റഫാൽ എം വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ഇടപാട് ഒപ്പുവെച്ചു. 26/11 കേസിലെ പ്രതി താഹവൂർ റാണ ഡൽഹി കോടതിയിൽ. 26/11 മുംബൈ ആക്രമണ കേസിലെ പ്രതി താഹവൂർ റാണ ഡൽഹി കോടതിയിൽ ഹാജരായി. പ്രധാനമന്ത്രി മോദി പാഹൽഗാം ആക്രമണത്തെ തുടർന്ന് സൗദി അറേബ്യ സന്ദർശനം മുടക്കി. പാഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശനം മുടക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രി. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫ് ഇന്ത്യയുടെ സൈനിക ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ പാകിസ്ഥാൻ ഡിപ്ലോമാറ്റിക് പ്രതിസന്ധി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ പിരിയുന്നു. ഇന്ത്യ ഇൻഡസ് വാട്ടേഴ്സ് ഉടമ്പടി താൽക്കാലികമായി നിർത്തി. പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് ആകാശമാർഗം അടച്ചു. സിറിയ ജാരമാനയിൽ സൈനിക സംഘർഷം. സിറിയൻ സർക്കാർ അനുകൂലികൾ ജാരമാനയിൽ ഡ്രൂസ് പോരാളികളുമായി ഏറ്റുമുട്ടി. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇന്ന് നിക്ഷേപിക്കാൻ ശുപാർശ ചെയ്യുന്ന ഓഹരികൾ: മിറായി ആസറ്റ് ഷെയർക്കാൻ, കാനറ ബാങ്ക് $91 -99 രൂപ ലക്ഷ്യവിലയും, ഭാരത് ഫോർജ് $1110 -1120 1257 രൂപ ലക്ഷ്യവിലയും ശുപാർശ ചെയ്യുന്നു. അക്ഷയ തൃതീയ 2025 സ്വർണം വാങ്ങാൻ അനുയോജ്യമായ സമയം. അക്ഷയ തൃതീയ 2025 മെയ് 1 ആഘോഷിക്കുന്നു. സ്വർണം വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ മുഹൂർത്തം രാവിലെ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 33 മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് വരെ. പ്രധാനമന്ത്രി മോദി പാഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ. പ്രധാനമന്ത്രി മോദി പാഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്ഥിതി റിപ്പോർട്ട് ചെയ്യും. പാകിസ്ഥാൻ ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥരെ പുറത്താക്കി. പാകിസ്ഥാൻ ഇന്ത്യയുടെ നടപടികൾക്ക് പ്രതികരിച്ച് ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥരെ പുറത്താക്കി. അമേരിക്കൻ മിഡ്വെസ്റ്റിൽ തീവ്രമായ ടോർണാഡോ ഭീഷണി. ടെക്സാസ് മുതൽ ഗ്രേറ്റ് ലേക്സ് വരെ വ്യാപിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ തീവ്രമായ ടോർണാഡോ ഭീഷണി നിലനിൽക്കുന്നു.